പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാം തിരുവചനം. സഹോദരരെ, ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. ദൈവം നമുക്ക് തരുന്ന ദാനങ്ങൾ സൗജന്യമാണെങ്കിലും ചില സമ്മാനങ്ങൾ ദൈവം നമ്മുടെ അടുത്ത് വയ്ക്കാറില്ല. നമ്മുടെ പ്രയത്നങ്ങളിലൂടെ, ത്യാഗങ്ങളിലൂടെ അത് സ്വന്തമാക്കുവാൻ കർത്താവ് ആ സമ്മാനങ്ങളെ കുറച്ച് അകലെയാണ് വച്ചിരിക്കുക. വിശുദ്ധ പൗലോസ് അപ്പോസ്തലനും പറഞ്ഞു വെച്ചു, ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ആ സമ്മാനത്തെ ലക്ഷ്യമാക്കിയാണ് ഞാൻ മുന്നേറുന്നത്. ഈ പരിശ്രമവും മുന്നേറ്റവും നടത്തുവാൻ അപ്പോസ്തലൻ ആദ്യം ചെയ്തത് തൻ്റെ പിന്നിലുള്ള ഭൂതകാലത്തെ മറന്നു എന്നതാണ്. വീഴ്ചകളും പരാജയങ്ങളും മുറിവുകളും നിറഞ്ഞ തൻ്റെ ഭൂതകാലത്തിലെ ഓർമ്മകളെ വിസ്മരിച്ചുകൊണ്ട് ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറി വിശുദ്ധ പൗലോസ് മുന്നിലുള്ള ലക്ഷ്യത്തിനു വേണ്ടി യാത്ര പുറപ്പെട്ടു. നമ്മുടെ ഓരോരുത്തരുടെയും യാത്രയിൽ കഴിഞ്ഞ കാലത്തിലെ വീഴ്ചകളെ പ്രതി നമ്മളെ തന്നെ ചില സമയങ്ങളിൽ വില കുറച്ച് കണ്ടിട്ടില്ലേ? എന്നാൽ ഈശോയ്ക്ക് നമ്മളോട് പറയാനുള്ളത് ഇതായിരിക്കും: ഞാൻ നോക്കുന്നത് നീ എന്തായിരുന്നു എന്നതിലല്ല, നീ ഇപ്പോൾ എങ്ങനെയാണ് എന്നതിലേക്കാണ് കർത്താവിൻ്റെ കണ്ണുകൾ പോകുന്നത്. കഴിഞ്ഞതിനെ വിസ്മരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ നമുക്കും യാത്ര ചെയ്യാൻ സാധിക്കട്ടെ. പരസ്പര സ്നേഹത്തോടുകൂടെ, ക്ഷമയോടുകൂടെ നമ്മുടെ യാത്രകളെ നമുക്ക് ഭംഗിയുള്ളതാക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.